ശശിടമോള് ശശികലയ്ക്ക് പുനർവിവാഹമോ അത് സാധ്യമാകുമോ? അതിന്റെ ഇടയ്ക്കുള്ള സാധനം കൂടെ ഉണ്ട്. രണ്ടിടങ്ങളിൽ ബോംബ് സ്ഫോടനം, ചെന്നിടങ്ങളിൽ പീഡനങ്ങൾ വേറെ. ശശിടമോള് ശിശിരകാലം കോളറിൽ കറ കണ്ടു ഞാൻ കറി വീണതാവാൻ സാധ്യത. രജനീഷ് അടിപൊളിയായിട്ട് പാടണുണ്ടല്ലോ. അല്ലല്ല, ഇത് നിങ്ങളെ കണ്ട് അനുകരിച്ചിട്ട് നിങ്ങൾക്കൊരു ഇൻസ്പിറേഷൻ ആണ് ഞാൻ. ആക്രാന്തമോടെ തിന്നു ഞാൻ വയറിൻ്റെ ഉള്ളിൽ സ്പന്ദനം, ഇനി ജ്യൂസൊരൽപ്പം മോന്തിടാം ശ്രീരാജുമാർ. ഒരു ഭയങ്കര ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു വില്ലനുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ കണ്ണൊക്കെ എഴുതി വെച്ചാൽ ഉണ്ടല്ലോ, അടിപൊളി ഒരു ടൈപ്പ് വില്ലൻ ചെയ്യാൻ പറ്റും. കുറച്ചുപേരൊക്കെ പറഞ്ഞിട്ടുണ്ട് വില്ലൻ ചെയ്യാം. സുഭാഷ് ചന്ദ്രബോസ് എന്നോടും ചോദിക്കണം, എന്റെ പൊന്നിക്കാണല്ലേ എന്ത് തള്ളാടാണ് തള്ളത്. കാറ്റുമൂളണ ഫീൽ അതൊന്നും വീട്ടിലില്ലല്ലോ, തൊട്ടാവാടികളും ചൊറിയൻ തുമ്പകളും. ഇത്രയും ബുദ്ധി എവിടുന്നാ? പണ്ട് കാലത്തെ അനുഭവങ്ങളാണ് അതൊക്കെ. ആ. സൗദാമിനി നിൻ കണ്ണാശുപത്രിയിൽ സന്ദീപിനൊപ്പം ഞാൻ വന്നു. ഒറിജിനൽ പാട്ടിൽ പോലും ഇത്രയും ഒരു കഥ പറച്ചിൽ രീതി ഉണ്ടാവില്ല. ക്രൂരൻ കാക്കയിലേക്ക് പോയി. സുധീർ പറവൂറാണ് നമുക്കിപ്പോൾ ഉള്ളത്. ഹായ് സുധീർ. നമസ്കാരം. നമസ്കാരം. ശരിക്കും നിങ്ങളുടെ ഇന്റർവ്യൂ തുടങ്ങേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മൾ തിന്നും എല്ലാ കശവിശയും ദഹിപ്പിച്ചു കളയുന്നു, നമ്മൾ തിന്നും എല്ലാ കശവിശയും ദഹിപ്പിച്ചു കളയുന്നു. ഇങ്ങനെയാണ് തുടങ്ങേണ്ടത്. കാരണം എന്ന് വെച്ചാൽ പാടാൻ പറ്റാത്ത ഞാനും പാടിപ്പോകുന്ന രീതിയിൽ നിങ്ങൾ പാട്ടുകൾ അത്രയ്ക്ക് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇത് പാരഡിയായിട്ട് കേൾക്കാൻ പറ്റുന്നില്ല. എനിക്ക് തോന്നുന്നു പല്ലവിയേക്കാൾ കൂടുതൽ സുധീറിന്റെ അനുപല്ലവികളുണ്ടല്ലോ. നിങ്ങൾ ശരിക്കും പാട്ട് എഴുതേണ്ട ആളാണ്. ആദ്യം ഈ പാട്ട് നമ്മളൊന്ന് പാടുന്നു, എന്നിട്ട് തുടങ്ങാം. നിങ്ങളുടെ സയന്റിഫിക് പാട്ടാണ് ആമാശയം. അതുകൊണ്ടാണ് നമ്മൾ ശാസ്ത്രീയമായ ഒരു അപ്രോച്ചിന് ആമാശയം തന്നെയാണ് ആദ്യം വേണ്ടത്. സായന്ത് മോൻ തിന്നോരാപ്പിൾ ലേശം ചീഞ്ഞതായിരുന്നു, തൊണ്ടേന്നിറങ്ങിയൊരാപ്പിളിൽ കീടാണുവാണിരുന്നു. സായന്ത് മോൻ തിന്നോരാപ്പിൾ ലേശം ചീഞ്ഞതായിരുന്നു, തൊണ്ടേന്നിറങ്ങിയൊരാപ്പിളിൽ കീടാണുവാണിരുന്നു. പിത്താശയക്കല്ല് തേങ്ങി ദഹനരസം കൊണ്ടുവാ, രോഗം രോഗം വയറിനുള്ളിൽ കളകളനാദം, നമ്മൾ തിന്നും എല്ലാ കശവിശയും ദഹിപ്പിച്ചു കളയുന്നു, നമ്മൾ തിന്നും എല്ലാ കശവിശയും ദഹിപ്പിച്ചു കളയുന്നു ആമാശയം. സത്യത്തിൽ കവിത എഴുതാനുള്ള ഒരു പ്രതിഭ നിങ്ങളുടെ ഉള്ളിലുണ്ട്. അതാണെന്ന് തോന്നുന്നു ഈ തരത്തിൽ പരുവപ്പെട്ടു വരുന്നത്. അല്ല, പണ്ട് എഴുതുമായിരുന്നോ? ഇല്ലില്ല, പണ്ട് എഴുത്തൂല, പാരഡിയും പണ്ടൊന്നും ഇല്ല ശരിക്കും പറഞ്ഞാൽ. ഇത് എപ്പോഴോ ഒരു സമയത്ത് ഇങ്ങോട്ട് വരെയാണ് ചെയ്തത്. പക്ഷെ പാട്ടൊക്കെ പാടും, ചെറിയ രീതിയിലുള്ള അത്യാവശ്യം നാട്ടിൻപുറത്തൊരു പാട്ട് പാടുന്ന ഒരാളൊക്കെ ചെറുപ്പത്തിലേക്ക്. പക്ഷെ എന്ന് വെച്ചാൽ നമ്മൾ പാരഡി ഒന്നും അങ്ങനെ, നമ്മൾ പാരഡി കേട്ടിട്ടുണ്ട്, ഈ ഡ്രൈവർ സാറിൻ്റെ ഇങ്ങനെ കേട്ടിട്ടുണ്ടല്ലോ, നാഷികൊക്കെ കേട്ടിട്ടെങ്കിലും പാരഡി ഒന്നും അങ്ങനെ ഇതുണ്ടായില്ല. പക്ഷെ പിന്നീട് എപ്പോഴോ പാരഡി ഇങ്ങനെ വന്നതാണ്, ഇടയ്ക്ക് വെച്ചിട്ടാണ് കയറി വന്നത് സംഭവം. പിന്നെ അങ്ങോട്ട് എഴുതി തുടങ്ങിയപ്പോൾ അതിന് വേണ്ടി തന്നെ ആയിട്ട് ഇരിക്കാൻ തുടങ്ങി. അപ്പോഴാണ് കൂടുതൽ പോണ വഴിക്കെല്ലാം പിന്നെ പാരഡി മാറി. ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് വരികൾ വന്നുകൊണ്ടിരിക്കുമല്ലേ? എവിടെയെങ്കിലുമൊക്കെ നമ്മൾ, എനിക്ക് യാത്രയിലാണ്, എനിക്ക് വീട്ടിലോ അല്ലെങ്കിൽ റൂം എടുത്തിരുന്ന് എഴുതിയാലോ ഒന്നും കിട്ടൂല. നമ്മൾ വണ്ടിക്ക് യാത്ര ചെയ്യും, ഒറ്റക്ക് പോകുമ്പോൾ പോണ സമയത്തൊക്കെ എന്തെങ്കിലും ഒരു സ്പാർക്ക് ചെയ്തൊരു വരി വരുന്നു. അപ്പോൾ അത് നമുക്ക് ആ പടത്തിൽ ഞാനിപ്പോൾ ശ്രദ്ധിക്കുന്ന ചില പാട്ടിൻ്റെ വരികൾ നമുക്കറിയാം. ഇപ്പോൾ ആമാശയം തന്നെ എടുത്താൽ നമ്മൾ സായന്ത് മോൻ തിന്നൊരാപ്പിൾ, അപ്പോൾ ഞാനത് പിടിച്ചത് ഫസ്റ്റ് ആമാശയം എന്നുള്ള വരി എനിക്ക് കിട്ടി, ഒറ്റ വരി. പിന്നെ എനിക്ക് അതിൻ്റെ കണ്ടിന്യൂസ് വേറെ വരികളുണ്ടായില്ല. പിന്നെ എനിക്ക് ഞാൻ റൂമിൽ ചെന്നിട്ട് ഇത് ഒരു ദിവസം നോക്കിയപ്പോൾ ഇങ്ങനെ കിട്ടിയ വരി എന്ന് പറഞ്ഞാൽ പിന്നെ അനുപല്ലവിപ്പെട്ടാണ്. അനുപല്ലവിൽ മറ്റേ സായന്തനത്തിൻ്റെ കണ്ണിൽ സായന്ത് മോൻ തിന്നൊരാപ്പിൾ
അങ്ങനെയാണ് കിട്ടി തുടങ്ങിയത്. പിന്നെ അവിടെ തൊട്ട് പൂരിപ്പിച്ച് പിന്നെ തുടക്കം മുതൽ. പക്ഷെ സായന്തനം സായന്ത് മൂന്നാവുമ്പോൾ എത്ര സിങ്ക് കറക്റ്റ് മീറ്റർ മാത്രമല്ല, നിങ്ങൾ ഈ അർത്ഥം കൊണ്ടുവരുന്ന സംഗതി ഉണ്ടല്ലോ, അത് ഒറിജിനൽ പാട്ടിൽ പോലും ഇത്രയും ഒരു കഥ പറച്ചിൽ രീതി ഉണ്ടാവില്ല. ചിലപ്പോൾ ചില വരികളൊക്കെ ചാടിയൊക്കെ പോയിട്ടുണ്ടാവും. പക്ഷെ ചാടാതെ തന്നെ ആ അർത്ഥത്തിനകത്ത് നിന്ന് ഈ മീറ്ററിലൊരു സാധനം എഴുതുക, ഇതൊരു അസാധ്യമായിട്ടുള്ളൊരു സംഗതിയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫൺ സപ്പോർട്ടിന്റെ ടൈമിൽ ഇത് ചെറിയ രൂപത്തിലാണ് വന്നതെന്ന് തോന്നുന്നു. പിന്നീടാണ് ഇത് സ്റ്റേജിലേക്ക് വലിയ രൂപത്തിൽ പാരഡി ആയിട്ട് പരുവപ്പെട്ടത്. അതെ അതെ, ഇത് പിഷാരുടെ പരിപാടിയിൽ ഒരു ചെറിയൊരു സ്കിറ്റ് പോലെ ചെയ്തു പോകുന്നതാണ് നമ്മൾ. പക്ഷെ അതിനിടയ്ക്ക് എപ്പോഴും ഒരു 4 പേര് പാടിയപ്പോഴാണ് ഇങ്ങനെ ഒരു സാധ്യത കിടപ്പുണ്ടെന്ന് മനസ്സിലാക്കിയത്. പിന്നെ പിഷാരടി അങ്ങനെ തന്നെ ചെയ്യാൻ പറഞ്ഞു, നമുക്ക് പാരഡി എഴുതാം. പിന്നുള്ള ഓരോ സ്കിറ്റുകളിലൊക്കെ ഈ പാട്ട് കയറ്റി തുടങ്ങി. അപ്പോൾ അവിടെ നിന്ന് പിന്നെ പാരഡിക്ക് ഉള്ള ഇതായി മാറിയത് ആ പരിപാടി. അതുപോലെ ഈ വി ഡി രാജപ്പൻ സാറിന്റെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ കേട്ടിരുന്നു. പിന്നെ നാദൃശയ്ക്കാണ് കുറച്ച് ഇതിനെ എക്സ്പ്ലോർ ചെയ്തത്. പക്ഷെ അതിന് ശേഷം കേൾക്കുന്ന പേരായിട്ട് ഇപ്പോൾ ഒരു നടനപ്പുറത്തേക്ക് സുധീർ മാറിയിട്ടുണ്ട്. ഇതൊരു ഹാപ്പിനെസ് ആണ്. ഈ ഹാപ്പിനെസ് മുന്നോട്ട് പോകുമ്പോൾ അഭിനേതാവ് എന്നുള്ള രീതിയിൽ സെറ്റിലൊക്കെ ചെല്ലുമ്പോൾ എല്ലാവരും എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുന്നത് ഇത് തന്നെയല്ലേ? അപ്പോൾ അവിടെയും പുതിയ പുതിയ പാട്ടുകൾ ഉണ്ടാക്കും. അതേ ഈ ആവർത്തിച്ച് കേൾക്കാനും താല്പര്യം ഉണ്ടാവും, പുതിയ പാട്ടുകൾ കേൾക്കാനും താല്പര്യം ഉണ്ടാവും. അങ്ങനെ സെറ്റിൽ ഇരിക്കുമ്പോഴൊക്കെ ഈ പുതിയ പാട്ടുകൾ വല്ലതും ആശയം കിട്ടിയിട്ട് അത് പിന്നെ സ്റ്റേജിൽ അവിടെ അങ്ങനെയാണ് മിക്കതും. ചില സമയത്ത് സെറ്റിൽ വെച്ചൊക്കെ ചില പാട്ടുകൾ ഉണ്ടാകുമ്പോൾ 3-4 പേരെയൊക്കെ അവിടെ പാടുമ്പോൾ അവർ ഇനിയിപ്പോൾ ഒരു പാട്ട് കിട്ടിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതുമായി ബന്ധപ്പെട്ടൊക്കെ എന്തെങ്കിലും കിട്ടാറുണ്ട് ഈ പറഞ്ഞ പോലെ. കീരവാണി സാറിന്റെ ശിശിരകാലം അതിനെ മാറ്റിയിട്ടുള്ളതുണ്ടല്ലോ, അടിപൊളി പരിപാടിയാ. ശശിയുടെ മോള് ശശികലയ്ക്ക് പുനർവിവാഹമോ അത് സാധ്യമാകുമോ, ഒളിവിലായ അളിയനിന്ന് പിടിയിലാകുമോ, പരോൾ സാധ്യമാകുമോ. ഓ അല്ല, അതിന്റെ ഇടയ്ക്കുള്ള സാധനം കൂടെ ഉണ്ട്. നിങ്ങളുടെ 2 ഇടങ്ങളിൽ ബോംബ് സ്ഫോടനം, ചെന്നിടങ്ങളിൽ പീഡനങ്ങൾ വേറെ. അളിയനെ കുറിച്ചാണത്. അതെ 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 അതെ. ഈ സുധീറിനെ ഏറ്റവും കൂടുതൽ പ്രശംസിക്കുന്ന എനിക്ക് തോന്നുന്നു പാടാനുള്ളൊരു മിടുക്ക് എന്ന് വെച്ചാൽ ഇപ്പോൾ വി ഡി രാജപ്പൻ സാറിൻ്റെ ഒരു ഇതിനകത്ത് എപ്പോഴും ആ പാരഡിയെ തന്നെ സാറിൻ്റെ വോയിസിൽ സാറ് നിർത്താൻ ശ്രമിക്കും. പക്ഷേ സുധീർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ പാരഡി അല്ല, ഈ കഥയ്ക്ക് വേണ്ട ഫീലിങ്സ് ആണ്. അതും പാട്ടിൽ എന്ത് ഫീലാണോ ഉപയോഗിച്ചിരിക്കുന്നത് അതിനനുസരിച്ചുള്ള കഥയാണ് ഇവിടെ പറയുന്നത്. ഇല്ലെങ്കിൽ ആ പറയുന്ന കഥ ഈ ഫീലിൽ തന്നെ പറയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതൊരു ശ്രദ്ധ, അത് വേറിട്ടതാണ്. കാരണം രാജപ്പൻ സാറിന്റെ സ്റ്റൈലിൽ കംപ്ലീറ്റ് കോമിക് ആക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. പക്ഷെ നിങ്ങൾ അന്നത്തെ പാരഡികൾ എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു ഇതും കൂടി പ്രതീക്ഷ അന്ന് ഉണ്ടായിരുന്നു. ചില വരികള് സാറി പറഞ്ഞ പോലെ അങ്ങനെയൊക്കെ മാറ്റും. എനിക്ക് തോന്നുന്നു സുധീർ വിജയിച്ചതിന്റെ ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നതും ഈ ഫീലാണ്. കാരണം ഈ പാട്ട് പാടുന്ന സമയത്ത് സ്റ്റേജിൽ ഇരിക്കുന്നവരൊക്കെ ഇരിക്കുന്നതാണെന്ന് മനസ്സിലാവും, ശരിക്കും ഇവർ പാരഡിയാണോ കേൾക്കുന്നതെന്ന് തോന്നില്ല. അത് ഭയങ്കര അങ്ങനെ എല്ലാവരും ഷെയർ ചെയ്യാറില്ലേ? തീർച്ചയായിട്ടും. കമന്റുകൾ എടുത്ത് നോക്കിയാൽ തന്നെ അങ്ങനെയാണ് പറയുന്നത്. ഇത് ഒറിജിനൽ ഏതാണെന്ന് ചോദിക്കും പലരും, പല പാട്ടിന്റെ ഇങ്ങനെ പാടുമ്പോൾ. അപ്പൊ അത് ഈ പറഞ്ഞിട്ട് ഒരു വലിയ ഗുണം ചെയ്യാറ്. ഞാനും ശ്രമിക്കണം അങ്ങനെ ഉണ്ട്. കാരണം വെച്ചാൽ ഈ വരികൾ അധികം കല്ല് വരാതിരിക്കുക, പറഞ്ഞ വരികളുടെ എൻഡിലൊക്കെ ഒപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് മാക്സിമം. അങ്ങനെ കുറെ വരികൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകണുണ്ട്. ചിലതൊക്കെ നല്ല വാക്കുകളൊക്കെ ചിലത് ചേരില്ല, സിങ്കാവൂല. ശ്രീരാഗത്തിന്റെ കോളറിൽ കറ കണ്ടു ഞാൻ കറി വീണതാവാൻ സാധ്യത, ഇത് സിംഗ് എന്ന് പറഞ്ഞുണ്ടല്ലോ. രജനീഷ് അടിപൊളിയായിട്ട് പാടുന്നുണ്ടല്ലോ. അല്ലല്ല, ഇത് നിങ്ങളെ കണ്ട് അനുകരിച്ചിട്ട് നിങ്ങൾക്കൊരു ഇൻസ്പിറേഷൻ ആണ് ഞാൻ. അതായത് പാട്ട് അനുകരിക്കാൻ ശ്രമിക്കുന്നതിൽ സുധീറിന്റെ പാട്ടുകൾ കേൾക്കുമ്പോൾ എനിക്കും പാരഡി എഴുതാൻ തോന്നുന്നുണ്ടെന്നുള്ളതാണ്. അത് ഇൻസ്പിറേഷനാണ്. ചിലരൊക്കെ എനിക്ക് വോയിസ് അയച്ചു, ആരും പാടിയതൊക്കെ അയച്ചു തരുന്നത് ഇന്നാൾ പാടിയ. പക്ഷെ നന്നായിട്ട് അവർക്ക് ടഫായിട്ടുള്ള ചില വരികൾ, ഇപ്പൊ എന്റെ ക്ലിഞ്ഞോപ്ലിഞ്ഞോന്റെ തന്നെ വരികളൊക്കെ പാടാൻ പോകും. പക്ഷെ കുറെ പിള്ളേരൊക്കെ പാടി കറക്റ്റ് ആയിട്ട് അയക്കണവരൊക്കെ. അത് ശരത് സാറിന്റെ പാട്ടും കൂടിയാണ്. അതെ, ശരത് സാർ എന്നിട്ട് ചീത്ത വിളിച്ചില്ല എന്നാണ് എന്റെ ചോദ്യം. എനിക്ക് ഉള്ളിലെ പേടി. കാരണം വെച്ചാല് ഇത് അങ്ങനെ ഒരു പാട്ടല്ല, വേദികളിലെ അപൂർവ പാടാറുള്ള ആൾക്കാർ അത്രയും പാട്ടിൻ്റെ ഒരു ഇതുണ്ട്. കോളറിൽ കറ കണ്ടു ഞാൻ കറി വീണതാവാൻ സാധ്യത, കേശവാ നിൻമീശയിൽ ചെറുപയറു കറിയുടെ സാമ്പിളോ, ചോറു തിന്നാ കൈകൾ ഒന്നു കഴുകിടാനായി സാധ്യമോ, കഴുകിടാനായി മോഹം കയ്യിൽ വേസ്റ്റ് പോലും ഇല്ല ഹേ, ഇനിയുമീ കടകളിൽ കയറാനായി മോഹം, ശ്രീരാജുമായി
വിശന്നു ഞാനാ ഹോട്ടലിൽ ചെന്നുണ്ണുവാൻ പാൽപ്പായസം, ചോറിൻ്റെ കൂടെ കറികളും അതിലേറെയായി ആക്രാന്തമോടെ തിന്നു ഞാൻ. വയറിൻ്റെ ഉള്ളിൽ സ്പന്ദനം, ഇനി ജ്യൂസൊരൽപ്പം മോന്തിടാം ശ്രീരാജുമായി. വിശന്നു ഞാനാ ഹോട്ടലിൽ ചെന്നുണ്ണുവാ. പൊളി. അല്ല, ഇതിനകത്ത് ഈ പാടുന്ന കഴിവിനെ എല്ലാവരും പ്രശംസിക്കുമ്പോഴും ഈ സുധീർ എഴുതുമ്പോഴത്തേക്ക് ഫുൾ കഥ എഴുതുന്നുണ്ട്. അപ്പൊ അവസാനം വരെ ഇത് കൊണ്ടുവന്ന് ഫിനിഷ് ചെയ്യണം. കാരണം നമ്മളും ആഗ്രഹിക്കുന്നുണ്ട് ഇത് കേട്ടിരിക്കുമ്പോൾ. അപ്പൊ നിങ്ങളുടെ പാട്ട് ആദ്യമായിട്ട് കേൾക്കുമ്പോഴും നമ്മൾ ഈ കഥ കൂടെ ശ്രദ്ധിക്കുന്നുണ്ട്. ലിറിക്സ് സത്യത്തിൽ മലയാളി അധികം ശ്രദ്ധിക്കാത്ത ഒരു പരിപാടിയാണ്. ഈ പാട്ടിന്റെ മ്യൂസിക്കും രസവും ഒക്കെ കണ്ടുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ലിറിക്സ് ഒക്കെ തെറ്റിച്ച് പറയുന്നത്. നമ്മളിപ്പോഴും തെറ്റിച്ച് പാടാറുണ്ട്. ഇനിയിപ്പോ തെറ്റിക്കുമ്പോൾ എന്തായാലും KL7 മാമന്റെയും കൂടെ വരികൾ തെറ്റിച്ചായിരിക്കും നമ്മൾ പാടുന്നത്. ഇത് മിക്സപ്പ് ആയിട്ടുണ്ടാവും, കുറെയൊക്കെ മിക്സപ്പ് ആവുന്നുണ്ടല്ലേ? അതെന്നോട് കണ്ണൂർ ഷെരീഫിക്ക, ഞങ്ങള് ബാംഗ്ലൂർ ഷോ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോഴും വരുമ്പോഴൊക്കെ വന്ന സമയത്തൊക്കെ എന്നെ കൊണ്ട് പഠിക്കുക. അപ്പോൾ എല്ലാം ഗായികമാരൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരു വണ്ടിയിൽ ഒന്നിച്ചങ്ങോട്ട് പോയിരുന്നു. പോന്നപ്പോൾ സുധീർ ആ പാട്ടൊക്കെ ഒന്ന് പാടി എന്നിട്ട് ഞാൻ 1-2 പാട്ട് ഇങ്ങനെ പാടേനെ ഉള്ളൂ. ഞാൻ ഏതൊരു പാട്ട് ഇങ്ങനെ പാടി കഴിഞ്ഞപ്പോൾ അത് പാടല്ലേട്ടോ, അത് പാടല്ലേ, ഞാൻ സ്റ്റേജിൽ പാടണേ, നിന്റെ ഈ പാട്ട് കേട്ടോ ഞാൻ അതിന് മിക്സായി പോവും. നിന്നൊന്നത് കൂടെ കൊണ്ടുനടക്കാൻ പറ്റില്ലത്, തെറ്റിച്ച്. അപ്പൊ ഞാനിങ്ങനെ പറയുന്ന പാടുമ്പോൾ ഒരു ഭയങ്കര ആസ്വാദനമാണ്, ഇതൊക്കെയാണ്. അപ്പൊ ഞാൻ സുജാതമാൻ്റെ ഒരു പാട്ട് പാടിയിട്ട് ഇതുപോലെ തന്നെ ഒക്കെ കഴിച്ചു കൊടുത്തായിരുന്നു. ഷെരീഫൊക്കെ ഉണ്ട്, സുജാ ചേച്ചി കഴിച്ചു കൊടുത്തിട്ട് അവിടെ നിന്ന് പുള്ളിക്കാരത്തിൻ്റെ വോയിസ് വന്നു ചിരിച്ചും കൊണ്ടാണ് കമന്റ് വന്നിക്കണേ എൻ്റെ. അപ്പൊ അത് നല്ല ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞിട്ട് ഷിനിൽ ചിറ്റൂരിനെ കുറിച്ചൊരു പാട്ട്, കണ്ടു കൊതി കൊണ്ടു എന്നുള്ളൊരു പാട്ട്. അതെൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ഒറിജിനലുള്ളതാണ്, പുള്ളി ആർട്ടിസ്റ്റാണ്, ഷിനിൽ ചിറ്റൂർ എന്നാണ് പുള്ളിയുടെ പേര്. അപ്പോൾ പുള്ളിയുടെ ഒരു പേര് വരാമെന്നൊരു സാധനം കിട്ടിയപ്പോൾ അങ്ങനെ ആ ഒരു പാട്ട് ഞാൻ ഫില്ല് ചെയ്ത് ഒറ്റ പേര് കൊണ്ടാണ് തുടങ്ങിയ പാട്ട്. ഞണ്ട് കൊണ്ടുവരണുണ്ട് കണ്ടോ ഷിനിലേ, ഷിനിലേ ചിറ്റൂർ ഷിനിലേ, ഷാപ്പിലുള്ള കറി കൂട്ടുവാൻ എനിക്കൊരാശ ആശ, കറി ഞണ്ട് കൊണ്ടുവരണുണ്ട് കണ്ടോ ഷിനിലേ. രണ്ടാമത് കറി കൊണ്ടു എന്ന് പറയുന്ന സാധനമില്ലേ, അതാണ് സാധനം. അതാണ് സുധീറിന്റെ ഒരു ബുദ്ധി എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു അത്രയും ആലോചിക്കുന്നത് കൊണ്ടായിരിക്കും അല്ലേ നമ്മൾ. അത് ഏറ്റവും കൂടുതൽ വരത്തിയൊരു പാട്ടുണ്ട്, അതും കൂടി ഞാൻ പറഞ്ഞേക്കാം ഈ കൂട്ടത്തിൽ. അത് അങ്ങനെ ഒരു വാക്ക് ഒരാളുടെ പേര് വെച്ച് ഞാൻ വാവാ സുരേഷിന്റെ വെച്ചിട്ടൊരു പാട്ട് എഴുതിയത്, പാമ്പിന്റെ ഒരു പാട്ട്. അത് ആനക്കെടുപ്പത് പൊന്നുണ്ടേ എന്നുള്ളത്. ആ പാട്ടിന്റെ ഒരു എൻ്റെ ആ പല്ലവിടെ എൻഡിൽ 2 രീതിയിലാണ്. ഒന്ന് വാവ എല്ലാരെയും വിളിക്കുന്നുണ്ട്, വാവാ സുരേഷ് എന്നും കൂടെയുള്ള അർത്ഥം തന്നെ വാക്കാണ് പറഞ്ഞത്. ഇത് കാനയ്ക്കകത്തൊരു പാമ്പുണ്ടേ, കാലെ കടിക്കുവാൻ പ്ലാനുണ്ടേ, കാനയ്ക്കകത്തൊരു പാമ്പുണ്ടേ, കാലെ കടിക്കുവാൻ പ്ലാനുണ്ടേ, വാവാ സുരേഷിനെ കോണ്ടാക്ട് ചെയ്യുവാൻ ഫോൺ നമ്പറുണ്ടേ, പത്തിവിടത്തിൽ നിന്നാടുന്ന പാമ്പിനെ കയ്യോടെ പൊക്കാൻ വാവാ. ഞാൻ കേൾക്കുമ്പോ ഞാൻ ശ്രദ്ധിച്ചതാ ഈ വാവ. അത് ഭയങ്കര വിളിക്കണതുണ്ട് എന്നുള്ള വരാനും കൂടി പറഞ്ഞ സാധനം. അതെ, എനിക്ക് തോന്നുന്നു ജയഹയിലെ റോള് അമ്മാവൻ റോള് തന്നെയാണത്. ആ അമ്മാവനെ നമ്മൾ എവിടെയോ കണ്ടിട്ടുണ്ട് എന്ന് തോന്നിക്കുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു വിപിൻ ഈ നിങ്ങളുടെ പെർഫോമൻസ്, അമ്മാവൻ പെർഫോമൻസ് കണ്ടിട്ടാണോ ഇതിലേക്ക് വിളിക്കുന്നത്? തീർച്ചയായിട്ടും. അതില് ഹാഷി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വേറെ കൂട്ടുകാരൻ കൂടി ഉണ്ടായിരുന്നു, പുള്ളിയും കൂടി ചേർന്നിട്ടാണ് വിളിച്ചത്. അപ്പൊ നമ്മുടെ കേശവമ്മാവന്റെ ഒരു ഇത് കണ്ടിട്ട് അങ്ങനത്തെ ഒരു പാറ്റേൺ പിടിച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ വിളിച്ചതിൽ. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഈ രൂപത്തിലാണ് ചെല്ലുന്നത്, മറ്റേ നരപ്പിച്ചിട്ട് മീശയൊക്കെ വെച്ചിട്ടുള്ള പരിപാടിയായിരുന്നല്ലോ. അപ്പൊ അവിടെ ചെന്ന് എന്നെ കണ്ടപ്പോൾ ബിബിൻ അത്രക്ക് ഇതായില്ല, പുള്ളി അത് ശരിയാവില്ല എന്നുള്ളതായി. പുള്ളി ഉദ്ദേശിച്ച പ്രായം ഇതൊക്കെ അതൊക്കെ തന്നെ ആയിരുന്നു ഇതായിട്ട്. അപ്പം അങ്ങനെ നമ്മുടെ ഒരു മേക്കപ്പ് മാൻ ഉണ്ടായിരുന്നു, പുള്ളി പറഞ്ഞ് അവനാണ് എന്നെ ബെഡായി കേണെന്ന് പറഞ്ഞ ക്യാരക്ടർ നേരത്തെ ചെയ്തിട്ടുണ്ട് മനോരമയിൽ. അപ്പോൾ പുള്ളി അവൻ പറഞ്ഞ് ഞാൻ ചേട്ടാ ഞാൻ ഒന്ന് റെഡിയാക്കി നോക്കാമെന്ന് പറയുമ്പോൾ എന്നിട്ട് കാണിക്കാന്ന് പറഞ്ഞിട്ട് എന്നെ മേക്കപ്പ് ചെയ്ത് പുള്ളി വിഗ്ഗൊക്കെ വെച്ച് നരയാക്കിയിട്ട് മീശയൊക്കെ വെച്ച് ചെന്നപ്പോൾ മണിമാമനായിട്ട് മാറി. ഇത് ഓക്കെ എന്ന് പറയും പുള്ളി. പക്ഷെ ആ മാമൻ നല്ല രസമുള്ളൊരു മാമനായിരുന്നു. പലരും തന്നെ ഇപ്പം ഈ സിനിമ കണ്ടിട്ട് തന്നെ അല്ല വിളിക്കാറുള്ളത്, പലരും കേശവ മാമനെ കണ്ടിട്ട് തന്നെ വിളിക്കണത്. കളയൊക്കെ ചെയ്ത രോഹിത്തിന്റെ ഒരു പടം ഉണ്ടായിരുന്നു,
അപ്പോൾ ആ പടത്തിൻ്റെ ആസിഫാണ് നായകൻ. ആസിഫിന് ഒരു പരിക്കൊക്കെ പറ്റിയിരുന്നില്ല. അപ്പോൾ അതിൽ സീരിയസ് ആണ് പടം മൊത്തം. അപ്പോൾ അതിൽ എന്നെ ഫസ്റ്റ് എന്നെ വിളിക്കണം, ഒരു ദിവസം വിളിച്ചിട്ട് ഇങ്ങനെ എന്നെ സ്ഥലത്ത് വന്നതെന്നൊക്കെ പറഞ്ഞ് ഞാനവിടെ ചെല്ലുകയാണ് ചെന്ന്. അപ്പോൾ അവർ ഫ്രീക്ക് പിള്ളേർ സെറ്റാണ് എല്ലാവരും അതിൻ്റെ അണിയറകളൊക്കെ. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ വന്ന്, അപ്പോൾ ഞാൻ എന്നോട് തോന്നി ചേട്ടാ ഇങ്ങനെ ഒരു പടമാണത്, അപ്പോൾ കോമഡി അല്ല സീരിയസ് ആണ്, പോലീസ് സ്റ്റോറിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോൾ എന്താണാവോ എന്ന് ഉദ്ദേശിച്ചു. കഥയൊക്കെ അവർ പറഞ്ഞിട്ട് പറഞ്ഞ് ഇന്ന വേഷമാണ്. അപ്പോൾ ആസിഫിൻ്റെ കൂടെ ഉള്ളൊരു വേഷമാണ് എനിക്ക്, ത്രൂട്ട് വേഷമാണ് അതിൽ. പിന്നെ ഒരു സംഭവം എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഞാൻ പറയാം ചേട്ടൻ ഓക്കെ ആണോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു ഞാൻ ഓക്കെയാണ്, പക്ഷെ അത് നിങ്ങളെന്നെ അപ്പോൾ ഞാനതിൽ നിങ്ങൾക്ക് എങ്ങനെ തോന്നണമെന്ന് ചോദിച്ചാൽ എന്നെ അതിൽ ഇതായിട്ട് അങ്ങനെ വരുമെന്നുള്ളത്. അപ്പോൾ അവർ പറഞ്ഞ് അത് ചേട്ടാ അത് ഞങ്ങൾ ചേട്ടൻ്റെ പ്രോഗ്രാം കണ്ടിട്ടുണ്ടെന്ന് കേശവമാമൻ്റെ. അപ്പോൾ ചേട്ടൻ അതിൽ ഹ്യൂമറായിട്ടൊരു സാധനം ചെയ്ത് കരഞ്ഞുകൊണ്ടൊരു സംഭവം ചെയ്തായിരുന്നു, കോമഡി ആയിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്ന് ഞങ്ങൾക്കൊരു സംഭവം കിട്ടി, ഞങ്ങൾക്ക് വേണ്ട ഒരു സാധനം കിട്ടിയതിൽ നിന്ന്. അപ്പോൾ അത് വെച്ച് ഞങ്ങൾ ചേട്ടനെ കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുമെന്നൊരു വിശ്വാസം ഉണ്ടായതുകൊണ്ടാണ് വിളിപ്പിച്ചേട്ടാന്ന് പറഞ്ഞു. അപ്പോൾ ആ പരിപാടി കണ്ടിട്ടാണ് വിളിച്ചതിലോട്ട് ഒരു സീരീസ് പടത്തിലേക്ക്. എനിക്ക് തോന്നുന്നു ആക്ടിങ് സ്കില്ല് പല സ്ഥലത്തും കാണിക്കാൻ പറ്റുന്നുണ്ട് ഈ പരിപാടികളിലൊക്കെയും സുധീറിന്. അതാണ് ഇനി സുധീറിന്റെ ഒരു മുന്നോട്ട് പോക്കിനെ സഹായിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും അതെ, ഇനിയും വിളികൾ വന്നുകൊണ്ടിരിക്കും. ഒരു സാധനം സുധീർ കണ്ടിട്ടുണ്ടാവും, പക്ഷെ ഇതിന്റെ ഒരു റെസ്പോൺസ് എനിക്ക് വേണമെന്ന് തോന്നി. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ഇപ്പം എന്നെ പ്രചോദിപ്പിച്ചു എന്ന് പറഞ്ഞില്ലേ, അതേപോലെ പലരെയും പ്രചോദിപ്പിക്കുന്നുണ്ട്. അത്തരത്തിലൊരു പ്രചോദനമാണ് നേരത്തെ വന്നിട്ടുള്ളതാ. സുരസുതരാജിത നീലകളെ വിക്രീളിത ശോഷിത സുമിത അഷ്ടസ്ത്രിതാ പ്രിദന്തം ദിഷ്ടത മാത്രയേ നിർമ്മല സ്നേഹത്തിൻ യതുകുല കാമ്പോചി ക്ലിഞ്ഞോ പ്ലിഞ്ഞോ സൗൺസുള്ള തത്തേ തത്തമ്മേ തത്തക്കുട്ടി. ക്ലിഞ്ഞോ ക്ലിഞ്ഞോ ഏത് തത്തേടാ ക്ലിഞ്ഞോ ക്ലിഞ്ഞോ പൊങ്ങ് പാടുന്നത്? നീ മേലെ പാട്ട് പാടിക്കരുത് കേട്ടോ. ക്രൂരങ്കാക്കയിലേക്ക് പോണത് 10 വർഷത്തിന് ശേഷം. ഇതില് ശരിക്കും താങ്ക്സ് എഴുതി കാണിക്കുന്നുണ്ട് സുധീറിന്. സുധീർന്ന് കാണിക്കുന്നു. ഈ ക്രിയേറ്ററിനെ അജുനെ അറിയാം. ഇല്ലില്ല, ഇതിങ്ങനെ ഭയങ്കര വൈറലായി പെട്ടെന്ന് കയറി. ഇത് വന്നിടക്കാലത്ത് ഇതിന്റെ കുറെ ആൾക്കാർ പലതും ചെയ്തിട്ടുണ്ടായിരുന്നു. അശ്വന്ത് എന്ന് പറഞ്ഞിട്ട് ഒരു പയ്യൻ ചെയ്തായിരുന്നു അതിന്റെ. പക്ഷെ അതിന് ശേഷം പിന്നെ ഇത് വന്ന് ക്ലിഞ്ഞോ പ്ലിഞ്ഞോന്റെ ഇത് വന്ന് മറ്റേ മാനത്ത് പറക്കണൊക്കെയാണ് പുള്ളി ഇത് വന്ന്. ഇത് കഴിഞ്ഞപ്പോ ഞെട്ടിപ്പോയി സത്യത്തില്. അതാ കോവിഡ് സമയത്ത് തന്നെ വന്ന് തന്നെ ഇത് വന്നപ്പോ സത്യത്തില് ഞെട്ടിപ്പോയി. കാരണം അത്രയും ഒന്നും പറയാൻ പറ്റാത്തൊരു സംഭവം. നല്ല വർക്കാണ്. അവര് നേരത്തെ വേറെയൊക്കെ താമരശ്ശേരി ചുരം സാധനം ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ഞാൻ ഈ ആളൊന്ന് കണ്ടൊന്ന് ഒരു ഇത് പറയണം, എനിക്കൊരു നന്ദി പറയണത് നമ്മുടെ ഒരു പാർട്ടി എടുത്ത് ചെയ്യുന്നതൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വിളിക്കാൻ വേണ്ടി നോക്കിയിട്ട് എനിക്ക് ഇവരുടെ നമ്പറൊന്നും കിട്ടണ്ട. കാനഡയിലൊക്കെയാണ് പിന്നെ ഇത് അറിഞ്ഞത്. അങ്ങനെ ജബോണീസ് അങ്ങനത്തെ ഒരു ഇതാണ് കമ്പനിയുടെ അവരുടെ. അപ്പോൾ ചെയ്തൊരു മലയാളിയാണെന്ന് അറിഞ്ഞ് പിന്നെ ഞാൻ പുള്ളിയുടെ നമ്പർ ഇതുപോലെ തന്നെ എടുത്തിട്ട് കോൺടാക്ട് ചെയ്തു. എനിക്ക് ഫേസ്ബുക്കിൽ ഒരാൾ മെസ്സഞ്ചറിൽ അയച്ചു തന്നു, ഇന്ന ആൾ ഇതാണ് ഈ സംഭവം ചെയ്തതെന്ന് പറഞ്ഞിട്ട്. പുള്ളിയുടെ ഒരു സുഹൃത്തായിട്ടായിരുന്നു തോന്നുന്നു. അങ്ങനെ ഞാൻ ആ നമ്പർ എടുത്തിട്ട് പുള്ളിനെ വിളിച്ച് അങ്ങനെ ഞങ്ങൾ കുറെ നേരം സംസാരിച്ചു. പുള്ളി എന്തോ 2-2.5 മാസത്തോളം എടുത്തിട്ടാണ് ഈ സംഭവം ചെയ്തത്. ടൈമിൽ പുള്ളിക്ക് ഇഷ്ടപ്പെട്ട ചില ഇതില് പുള്ളിക്ക് ഏറ്റവും ചെയ്തൊരു പരിപാടിയാന്ന് പറയും. അത് ഭയങ്കര രസമുള്ള പരിപാടി. ഈ സ്വാധീനിക്കുന്നു എന്ന് പറഞ്ഞാൽ വെറുതെ അല്ല. ഞാൻ ശരിക്കും വൈഫുമായിട്ട് സംസാരിച്ചു നിൽക്കുമ്പോൾ ഈ ടോയ്ലറ്റിനുള്ളിൽ ബക്കറ്റ് പൊട്ടിയിരിപ്പുണ്ട്. അപ്പം ഈ ബക്കറ്റ് പൊട്ടിയ ഒരു സാധനം വെച്ചിട്ട് ഞാൻ അപ്പോൾ പാടി ഒരു പാട്ട്. എന്നിട്ട് ഞാൻ പറഞ്ഞു, എടി സുധീർ പാടുന്നത് പോലെ വന്നിട്ടില്ല. ഇല്ല, അയാൾ നന്നായിട്ട് പാടുന്നുണ്ട്, നിങ്ങൾ അതേപോലെ വരില്ല, പാട്ട് പാടി ശ്രമം. ഞാൻ പറഞ്ഞു, ഞാൻ സുധീറിനെ പോലെ പാട്ട് എഴുതിയാലോ, അല്ല സുധീറിനെ കുറിച്ചൊരു പാട്ട് എഴുതിയാലോ എന്ന് ആലോചിച്ചു എന്ന് പറഞ്ഞു. ഞാൻ സത്യത്തിൽ അത് അന്ന് വിട്ടുപോയി. പക്ഷെ ഇന്നലെ നിങ്ങൾ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ 1-2 വരി എഴുതാൻ ശ്രമിച്ചു. അത് ഞാൻ പിന്നെ ഇത് കട്ട് ചെയ്തതിന് ശേഷം പാടിത്തരാം. പക്ഷെ അത്ര ഇൻസ്പയർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു വരികള് നിങ്ങളുടെ ഈ അനുപല്ലവികൾ ഭയങ്കര രസമാണ്. അതായത് ഈ സന്യാസിനി ഇല്ലേ, അതില് നിന്റെ അക്കൗണ്ടിലെ ബാലൻസ് നോക്കിയാൽ എന്റെ വിയർപ്പതിൽ കാണാം, എൻ വീടിന്റെ ആഹാരവും അതിൽ കാണാം. അന്നും എൻ്റെ അമ്മച്ചി കെഞ്ചി പറഞ്ഞിട്ടും ഞാനത് മൈൻഡാക്കിയില്ല. പ്രേമം
അന്ധനായി മാറ്റി എന്നെ തേച്ചിട്ട് പോയി നീ. പുള്ളിക്കാരത്തിനെ പ്രേമിച്ച ഒരുത്തി ഹോസ്പിറ്റലിൽ തുടങ്ങി. ആ തേച്ചൊക്കെ പോയി വർഷങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നീട് അറിയാൻ കഴിഞ്ഞത് ഹോസ്പിറ്റലിൽ തുടങ്ങി എന്നുള്ള അറിയണത് ഇയാളൊരു രോഗിയായിട്ട് അവിടെ ചെല്ലുമ്പോഴാണ്. കണ്ണ് കാണാൻ പറ്റാണ്ട് പുള്ളി തിമിരം ബാധിച്ച് പുള്ളി അവിടെ ചെന്ന്. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് കാമുകി നടത്തുന്ന ഹോസ്പിറ്റലാണ്. അപ്പോൾ പുള്ളിയുടെ നിന്ന് ഉണ്ടാക്കിയൊക്കെ കൊണ്ട് കരുത് തുടങ്ങി. വീണ്ടും പുള്ളിക്കാരത്തി കൊണ്ട് പൈസ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇത് രോഗമായിട്ട് ചെന്ന് കൊടുക്കുകയാണെന്നുള്ളത്. സൗദാമിനിയും കൂടെ പാടൂ. സൗദാമിനി നിൻ കണ്ണാശുപത്രിയിൽ സന്ദീപിനൊപ്പം ഞാൻ വന്നു. ആരോ തുറന്നിട്ട ICU വാർഡിൽ ബ്ലൈൻഡായി ഞാൻ വന്നു കിടന്നു. സൗദാമിനി ഓ അതേപോലെ കുനുകുനു ചെറു കുറുനിരയിൽ ആ സാധനയില്ലേ, കുനു കുനി മണലരിച്ചു തരൂ അരിപ്പ ഞാൻ എടുത്തു തരാം. ഓ തന്നെത്താനെ അങ്ങ് അരിച്ച മതി സുഖമില്ല വിരലുകളി. അരികിൽ വരു നീ കൈകൾ തരു നീ വിരലുകൾ തഴുകിത്തരാം. വിരലും വിരലും തഴുകും നേരം ആശാൻ കയറി വരും. ഓ കൂടൊരു സാറ് വരും പിന്നെ സൈറ്റിന്ന് പറഞ്ഞു വിടും. ഓ ഈ വിരളും വിരളും തഴുകും നേരം ആശാൻ കയറി വരുമെന്ന് പറയുന്നില്ലേ, അത് ഹുക്ക് ലൈനാണ് ശരിക്കും പറഞ്ഞ. ആശാൻ അവിടെ വിഷ്വലൈസേഷൻ സാധ്യമായി. ഇനി ആരും ആ പാട്ട് കേൾക്കാതെ എണീറ്റ് പോകൂല, മനസ്സിലായില്ലേ? ആ പാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട വരി എന്ന് പറയുന്നത് വിരളും വിരളും തഴുകും നേരം ആശാൻ കയറി വരുമെന്ന്. ഒറിജിനൽ പാട്ടിൽ ഇത്രയും വലിയ വിഷ്വലൈസേഷൻ ഇല്ല. കാരണം വരികളിലൂടെ പോകുമ്പോൾ ശരിക്കും സാധാരണക്കാരന് അർത്ഥം മനസ്സിലാവണമെന്നില്ല, മനസ്സിലായി സങ്കല്പിക്കണം. പക്ഷെ സുധീറിന്റെ പാട്ടിൽ സങ്കല്പിക്കേണ്ട ആവശ്യമില്ല. സ്റ്റോറിയാണ്, സ്റ്റോറി ടെല്ലിംഗ് ആണ്. അതൊരു അസാമാന്യ കഴിവായിട്ട് ഞാൻ ശരിക്കും സുധീറിനെ മുമ്പിലിരുത്തി പുകഴ്ത്തണമല്ല കേട്ടോ, എനിക്ക് എക്സൈറ്റ്മെന്റ് ഉണ്ട്. കാരണം നമ്മളിപ്പോൾ മീറ്റർ അനുസരിച്ച് ഇപ്പോൾ നമ്മളെപ്പോഴും പറയാറുണ്ട് ചെറിയ മീറ്ററാണ്, അപ്പം നിലാവ് കിനാവ് ഇങ്ങനെയൊക്കെ എഴുതാൻ പറ്റുള്ളൂ മലയാള സിനിമയിൽ. അതുകൊണ്ടാണ് ഈ കവികളൊക്കെ ഇപ്പോൾ റഫീഖ് അഹമ്മദിന് കവിത എഴുതാൻ അറിഞ്ഞുകൂടാത്തോണ്ടല്ല, അസാധ്യമായിട്ട് എഴുതാൻ കഴിയുന്ന ഒരു മനുഷ്യനാണ്. പക്ഷേ ഈ മീറ്ററിനനുസരിച്ച് എഴുതി പോവാ. ഈ മീറ്ററിൽ അവർ നടത്തിയ അഭ്യാസത്തിന് പുനരവതരിപ്പിക്കുമ്പോൾ ഉണ്ടല്ലോ സുധീർ നടത്തുന്ന ഒരു അഭ്യാസം എന്ന് പറയുന്നത് കഥ കൊണ്ടുവരിക എന്നുള്ളതാണ്. വേറെ ലെവൽ. ഞാനത് ഇവിടെ പാടാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നമ്മള് വിളിക്കിരിക്കുമല്ലോ പണ്ട് പറമ്പിലൊക്കെ പോയി കാര്യം സാധിക്കൂല്ലോ, ആ ഒരു സാധനത്തെ നമ്മൾ അത് പറയാതെ തന്നെ കൈതപ്രസാറിന്റെ വരിയാണെന്ന് തോന്നുന്നത്. അപ്പൊ അതത് പറയാതെ തന്നെ അതിന് മോശം ആയിട്ടുള്ള വരികൾ പറയാതെ ആ മോശം കാര്യത്തെ നമ്മൾ അവതരിപ്പിച്ചിട്ടുണ്ട് അവിടെ. അത് മറ്റേ വേളിക്ക് വെളുപ്പാങ്കാലം. ജോണിക്ക് വെളുപ്പാങ്കാലം തോട്ടിൻ കരയെത്തേണം, ചുണ്ടത്തൊരു ബീഡി കൊളുത്തി കുറ്റിക്കാട്ടിലിരിക്കണം, സ്മൂത്തായി കാര്യം കാണാൻ പഴം രണ്ടു കഴിക്കണം, ഫലം കണ്ടു തുടങ്ങിയിടും. ജോണിക്ക് വെളുപ്പാങ്കാലം തോട്ടിൻ കരയെത്തേണം, ചുണ്ടത്തൊരു ബീഡി കൊളുത്തി കുറ്റിക്കാട്ടിലിരിക്കണം. പാല് വിൽക്കണ സോമന വഴി ചുമ്മാതെ നടക്കുമ്പോൾ കുറ്റിക്കാട്ടിലൊളിച്ചിരിക്കണ ജോണിയെ കണ്ടു. പഞ്ചായത്തിലപേക്ഷ വെച്ചാൽ വീട്ടിലാകാലോ, നോ നോ നോ. പഞ്ചായത്തിലപേക്ഷ വെച്ചാൽ വീട്ടിലാകാലോ, കാറ്റുമൂളണ ഫീലതൊന്നും വീട്ടിലില്ലല്ലോ, തൊട്ടാവാടികളും ആ ചൊറിയൻ തുമ്പകളും. ഞാനിത് ആദ്യമായിട്ട് കേൾക്കണം കേട്ടോ. പണ്ട് കാലത്തുള്ളവർക്കൊക്കെ അത് അനുഭവമാണ് ശരിക്കും. അല്ല ഈ പാട്ട് ഞാൻ കേട്ടിട്ടില്ലേ? കൈതപ്രസാറിന്റെ എനിക്ക് വരികളും മ്യൂസിക്കും സാറ് തന്നെ ചെയ്തതാ. ഇത് ഏകദേശം ലാസ്റ്റ് ടൈമോടുകൂടിയൊക്കെ ഇറങ്ങിയ പാട്ടാ. ആ പക്ഷേ ഇത് അസാധ്യ പാട്ട് കേട്ടോ. കാരണം നിങ്ങളുടെ പാട്ട് കേൾക്കുമ്പോണ്ടോ ഈ വരി ഇത് എവിടെയെങ്കിലും എത്തുമെന്ന് നമുക്കറിയാം. ഈ കഥയില്ല, അത് ചൊറിയണവും തൊട്ടാവാടിയൊക്കെ ഉള്ള ഇതായിരിക്കുമല്ല. ഇത്രയും ബുദ്ധി എവിടുന്ന പണ്ട് കാലത്തെ അനുഭവങ്ങളാണ് അതൊക്കെ. അനുഭവങ്ങളാണ് മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒരു കാലഘട്ടത്തിൽ ഇപ്പൊ മിമിക്രി ആയിട്ടൊക്കെ നടക്കുമ്പോൾ എനിക്കൊന്ന് നവോദയയിലാണ് തുടങ്ങിയത്. എവിടെയാണ് തുടങ്ങിയത്? നവോദയയിലല്ല, നവോദയയിലൊക്കെ പിന്നീടാണ് വന്നത്. അതിനു മുമ്പേ ഞങ്ങള് ബിജുക്കുട്ടൻ അങ്ങനെ ഒരു ടീമൊക്കെ ആയിട്ട് അവിടെ ഉണ്ടായിരുന്നു. മിമി വോയിസ് എന്ന് പറഞ്ഞൊരു ടീം അവിടെ. അത് ഞങ്ങൾ കുറെ നാട്ടുമ്പുറ കുറച്ച് ചെറുപ്പക്കാരുള്ളവർ കൂടിയിട്ട് ഒരു ചെറിയ പരിപാടി ഒക്കെ തുടങ്ങി. അതിനുശേഷം പിന്നെ
ഒരു ഇൻ്റർവ്യൂ ആയിട്ട് ഇവിടെ ചോറ്റാനിക്കര ട്രൂപ്പിൻ്റെ ഒരു ഇതിന് തുടങ്ങി. പക്ഷേ ടീം നടന്നില്ല. അത് ഇവിടെ എറണാകുളത്തായിരുന്നു എൻ്റെ ഇൻ്റർവ്യൂ. അതിന് എൻ്റെ കൂട്ടുകാരാണ് എന്നെ കൊണ്ടുവന്നത്. അന്ന് വെളുപ്പിനോട്ട് ആൾക്കാർ ഇഷ്ടം പോലെ വന്നിട്ട് 72 പേരോളം ഉണ്ടായിരുന്നു ആർട്ടിസ്റ്റുകൾ ഇതിൽ ആ ട്രൂപ്പിലേക്ക് ചേരാൻ വേണ്ടിയിട്ട്. വന്നതിൽ 10 പേരെ സെലക്ട് ചെയ്ത് എന്നെയാണ് പിന്നെ ഒരാളെ സെലക്ട് ചെയ്തത് ഇതിലിട്ട്. അങ്ങനെ പോയിട്ട് ക്യാമ്പൊക്കെ കഴിഞ്ഞാൽ നടന്നില്ല. അന്ന് മിമിക്സ് ഗാനമേള എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടായി. ഈ നമ്മൾ കണ്ട നാളം കൊണ്ട് ശബ്ദം ഉണ്ടാക്കിയുള്ള ഗാനമേള ഉണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിൽ. അപ്പോൾ ആ സമയത്താണ് നമ്മൾ കൂടുതൽ അങ്ങോട്ട് ഇറങ്ങിയത്. പിന്നെ ആ ട്രൂപ്പ് അടക്കണ്ടായ പിന്നെ കൊച്ചിൻ സാക്സ് എന്ന് പറഞ്ഞൊരു ടീമിൽ ബിജുക്കുട്ടൻ അങ്ങനെ കുറേ ടീമൊക്കെ ഉണ്ട്, പറവൂർ രാജേഷ്, അങ്ങനെ കുറേ ടീമുകളുള്ളൊരു പരിപാടിയിൽ നമ്മളെ വിളിക്കണം, മ്യൂസിക് എന്ന് പറഞ്ഞ് വിളിക്കണം അവിടെ ഈ മിമിക്സ് ഗാനങ്ങൾക്ക്. അങ്ങനെ അവിടെ നിന്ന് തുടങ്ങിയിട്ട് പിന്നെ ബിജു ചാലക്കുടിയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളൊരു ടീമായിരുന്നു അന്നതിൽ. അതിൽ നിന്ന് മാറിയിട്ട് മിമി ബോയ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ടീം, ബിജുക്കുട്ടൻ, ഞാൻ, രാജേഷെ കൂടി ഒരു ടീമായിട്ട് അവിടെ ഉണ്ടായിരുന്നു. വിനോദ് കടാവങ്കൽ, അങ്ങനെ കുറേ പേരൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ നിന്നാണ് പിന്നെ എറണാകുളത്തേക്ക് ഞാൻ പോരുന്നത്, പറവൂരിൽ നിന്ന് വരുന്നത്. പറവൂർ വന്നിട്ട് ഞങ്ങളൊരു കോട്ടയം വില്യംസ്, ബാബു ജോസൊക്കെ ഉള്ളൊരു ടീം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ടീമിൽ തുടങ്ങി ഞങ്ങൾ. പിന്നെ അങ്ങനെ വന്നാണ് പിന്നീട് ബൈജു ജോസഫ് ആവശ്യത്തിൽ ഞങ്ങൾ ജീവൻ ടി വിയിൽ ഒരു പരിപാടിയൊക്കെ തുടങ്ങിയതിന് ശേഷമാണ് മനോജ് ഇന്നസെൻ്റെ ട്രൂപ്പിലേക്ക് ഞാൻ പോകുന്നത്. പക്ഷെ അതിൽ വരുമ്പോൾ ഈ പറഞ്ഞ പോലെ ഞാൻ മനോജ് ഇന്നസെൻ്റെ ആദ്യം വിളിച്ചപ്പോൾ ചെല്ലാൻ പറ്റിയില്ല. പക്ഷെ രണ്ടാമത് പിന്നെ ചെല്ലണത് ഗായകനായിട്ടാണ്, പാട്ട് പാടണം എന്നുള്ളതിലാണ് ചെന്നത്. പറഞ്ഞാൽ ഫില്ലായിപ്പോൾ ആർട്ടിസ്റ്റുകളൊക്കെ അതിൽ. അപ്പോൾ അത് വിളിച്ചപ്പോൾ ചെല്ലാനും പറ്റിയില്ല നമുക്ക്. ചെല്ലാൻ നേരത്ത് ഇങ്ങനെ ഇപ്പം നല്ല ടീമാണ്, അന്നത്തെ ഹൈലൈറ്റ് ടീമാണെന്ന്. അപ്പോൾ അതിൽ ചെല്ലാൻ വേണ്ടി ചോദിച്ചപ്പോൾ ഒരു ഗായകൻ ഒരു ദിവസം ചെല്ലാണ്ടായപ്പോൾ എന്നെ വിളിച്ച്. അങ്ങനെ അന്ന് ചെന്ന് നമ്മൾ ഗായകനായിട്ട് കയറിയണമെന്ന് 3 പാട്ട് അത് പാടി. പിന്നെ ആ കൂട്ടത്തിലൊക്കെ ഇവർ സ്കിറ്റ് അടുത്ത കൊല്ലമായപ്പോഴേക്കും സ്കിറ്റ് കളിക്കുന്ന കൂട്ടത്തിൽ ഞാൻ അന്ന് തുടങ്ങിയാണ്ട് ഈ തത്തമ്മയുടെ പരിപാടി, അത് മനോഹരൻ പറയുന്നു, അന്ന് നീ അവിടെ കൊണ്ടുവന്ന തത്ത ഇന്നുകൊണ്ടാന്ന് ചോദിക്കും. ആ തത്തയാണ് നിന്നെ അന്ന് കൊണ്ടുവന്ന് പറയും. അപ്പം അന്നൊരു തത്തനെയൊക്കെ ഇങ്ങനെ ഉത്സവപ്പറമ്പിൽ നിന്ന് തലയിലൊക്കെ വെച്ചിട്ടിട്ട് ഇവരെ ബാലെ കളിക്കുന്ന കൂട്ടത്തിൽ റെക്കോർഡ് ഡ്രാമയുണ്ട്. ആ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ വെറുതെ ഇങ്ങനെ കുതിരപ്പുറത്ത് ചാടി പോകണിട്ടൊരു ഇതൊക്കെ കാണിക്കും വെറുതെ ഇടയിൽ കൂടി പോയിട്ട്. അങ്ങനെ ഇവർ പുള്ളി ഭയങ്കര ചിരിയൊക്കെ ചിരിച്ച് അങ്ങനെ അതിലിങ്ങനെ ഒരു കഥാപാത്രമായിട്ടൊക്കെ കയറിയതാണ് അങ്ങനെ. അപ്പോൾ പിന്നെ സ്കിറ്റിലോട്ടൊക്കെ പയ്യെ വന്ന് പിന്നെ നമ്മുടേതായ കുറച്ച് സ്കിറ്റുകൾ നമുക്ക് ഇറക്കാൻ പറ്റിയത് മഴവിൽ മനോരമ വന്നപ്പോഴാണ്. നമ്മുടെ കഥാപാത്രങ്ങളായിട്ട് നമുക്ക് നമ്മുടെ ഉള്ളിലെ സാധനങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റും. അതാണ് മറ്റേ ബെഡായിക്കേണലാണ് ആദ്യമായിട്ട് ചെയ്യുന്നത് കഥാപാത്രം. അതാണ് ആദ്യത്തെ ഹിറ്റ്, തള്ളി മറിച്ചതാണ് അവിടെ നിന്നാണ് നമ്മുടെ ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യണത്. അതിൻ്റെ പിറ്റേ ഇതിന് ഫ്ലവേഴ്സ് ചാനൽ നാടോടിക്കാറ്റിൽ ക്ലിഞ്ഞോ പിളിഞ്ഞോ സോൺസ് ഉള്ളത് കയറി, അതും അങ്ങനെ വൈറലായി. കേണല് മറ്റേ കടലിന് അപ്പുറത്ത് കഴിഞ്ഞിട്ട് മുത്തുകൾ കോർക്കും പോലെ ഇങ്ങനെ അവിടെ വന്നപ്പോ ഉണ്ടല്ലോ ഈ കഥ ശരിക്കും നമ്മൾ വിശ്വസിച്ചു. തള്ളാണ്, പക്ഷെ ഈ തള്ളു കഥയിൽ ഒരു ലോജിക്ക് ഇല്ലാത്ത സാധനമാണ്, പക്ഷെ അതിലൊരു ലോജിക്ക് ഉണ്ട്. അപ്പുറത്ത് എറിഞ്ഞപ്പോ വരെ നമ്മൾ വിശ്വസിച്ചില്ലല്ലോ. പക്ഷെ നിങ്ങൾ ഇങ്ങനെ മുത്തുകൾ പോലെ തള്ളി വിട്ടു എന്ന് പറയുമ്പോ ശരിയാണല്ലോ, അങ്ങനെ തള്ളിവിട്ടാ പോലെ മുത്ത് കോർക്കണ പോലെ ഇവർ ഞാൻ ഇങ്ങോട്ട് തള്ളിങ്ങോട്ട് വിടുകയാണ്. അപ്പൊ തൊട്ടപ്പുറത്ത് നിന്ന ജവഹർലാൽ നെഹ്റുവും സുഭാഷ് ചന്ദ്രബോസ് എന്നോടൊന്ന് ചോദിക്കണേ, എന്റെ പൊന്നിക്കേണല്ലേ എന്ത് തള്ളാടാ നീ തള്ളണേ. അപ്പൊ ഇവര് പറയും അത് തന്നെ ഞങ്ങൾക്ക് ചോദിക്കാനുള്ള അല്ല അവിടെ കൊണ്ടുവന്നാണ് അതിനെ ഫിനിഷ് ചെയ്യുന്നുണ്ടല്ലോ. അത് ആ ഫിനിഷിങ്ങും ആ ഇടയ്ക്കുള്ള, അതായത് നിങ്ങൾ ഈ എഴുതും പോലെ തന്നെ കഥയിലും ഒരു ഹുക്കുണ്ട്. അതിൽ ആ മുത്ത് തള്ളുന്ന സമയത്തുണ്ടല്ലോ, ഞാൻ ഇപ്പോഴും ഈ കഥ കേൾക്കുമ്പോൾ മുത്ത് തള്ളുന്ന സ്ഥലത്ത് ഞാൻ ബ്ലാങ്ക് ആണ്. എന്ന് വെച്ചാൽ ആ കഥ കേട്ടോണ്ടിരിക്കുക, ശരിയാണല്ലോ നമ്മളിങ്ങനെ മുത്ത് തള്ളുമ്പോൾ തള്ളിയെ പോകുമല്ലോ എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുന്നത്. കേണൽ വരുമ്പോൾ പ്രത്യേകത വെച്ചാൽ പുള്ളിക്ക് എന്തും പറയാം, എന്തും പുള്ളിക്ക് വിളിച്ചോളൂ. സത്യമാണോ നോണയാണോന്നൊന്നും ആർക്കറിയില്ല. പുള്ളി പട്ടാളത്തിലാണോന്നും ആർക്കറിയില്ല, ഉണ്ടായിരുന്നില്ലയോ, അതൊക്കെ ഒരു ഇതാണ്. പുള്ളിക്ക് എന്തും പറയാം, മറ്റുള്ളതുപോലെ ലോജിക്കിന്റെ പ്രശ്നം അവിടെ ഇല്ല. അപ്പൊ അതുകൊണ്ട് കുറെ കഥകൾ ഇങ്ങനെ അതിൽ ഇങ്ങനെ കേട്ടു. അത് ചെയ്ത സമയത്തൊക്കെ അത് ഇതിൽ നന്നായിട്ട് വിജയിച്ചിട്ടുണ്ട്. പക്ഷെ സ്റ്റേജിൽ അത്രയും പോയിട്ടില്ല നമ്മൾ ഈ പറഞ്ഞ പോലെ. ഇപ്പോഴത്തെ ഡിജിറ്റൽ മീഡിയത്തിൽ രണ്ടാമത് ഈ കഥ പറയാൻ പറ്റില്ല, രണ്ടാമത് പറയാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ ഈ പണ്ട് മിമിക്രി ആർട്ടിസ്റ്റിൽ അനുഭവിക്കും പോലെയല്ലോ. ഇപ്പൊ മഹേഷ് കുഞ്ഞുമോനൊക്കെ വന്നപ്പോൾ ആർട്ടിസ്റ്റുകൾ എല്ലാവരും ഭയങ്കര ചാലഞ്ചിങ് ഫേസ് ചെയ്യുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ പുതുതായിട്ട് കൊണ്ടുവരുന്നത്. അപ്പം KL7 മാമനും നിൽക്കണമെങ്കിൽ പുതിയ പാട്ട് വേണം. ഇത് ഇടയ്ക്കൊക്കെ ആവർത്തിക്കുന്നത് കേൾക്കാൻ സുഖമുള്ളതും പിന്നെ കുറച്ച് പഞ്ചുണ്ട് ഇതിനകത്ത്. പക്ഷെ എങ്കിലും പുതിയതുണ്ടെങ്കിലേ നിൽക്കാൻ പറ്റുള്ളൂ. അത് കുറച്ചുകൂടെ ചലഞ്ചും ക്വാളിറ്റിയും കൊണ്ടുവരില്ലേ മിമിക്രി, കുറച്ചുകൂടെ അപ്ലിഫ്റ്റ് ചെയ്തില്ലേ? പിന്നെ തീർച്ചയായിട്ടും വേണം. കാരണം ഇവരോടൊപ്പം ഓരോ ദിവസവും ഓരോരുത്തർ വരെയാണ് ജനിച്ചു വരെയാണ് അവരെ ഇതിൽ, എന്താ പറയാ, മിമിക്രിയുടെ ഇതിൽ തന്നെ നമ്മളെ ഞെട്ടിക്കണം വന്നിട്ട്. അപ്പൊ നമ്മൾ അത്ര ഇതിൽ പിടിച്ചേക്കണമെന്നുണ്ടെങ്കിൽ ഒരു എല്ലാ ആർട്ടിസ്റ്റുകളും അങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് തോന്നണത്. നമ്മൾ ഒരു ഇതിൽ തന്നെ നിൽക്കാതെ, ഒരെണ്ണം വിജയിച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മൾ നിൽക്കാതെ അടുത്തൊരു സംഭവം കൂടി നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ടേ ഇരിക്കണം. എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ മതി നമ്മളെപ്പോഴും. ഇല്ലെങ്കിൽ നടക്കില്ല. അല്ലെങ്കിൽ പ്രശ്നമാണ്. അപ്പൊ ലേറ്റസ്റ്റ് ഒരു വർക്കാണ് ചൂടാക്കി തന്നില്ല കരിമീൻ കറി, പാടും. ചൂടാക്കി തന്നില്ല
കരിമീൻ കറി ടൻ 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 ടൻ. കാലത്തെ തിന്ന ഞാൻ കലിയാക്കലി നൂൽപൊട്ടു താ ഫ്രൈഡ് റൈസു താ കോഫി ഇട്ടു താ ബൂസ്റ്റ് ഇട്ടു താ ജ്യൂസ് ഒന്ന് സ്ട്രോ ഇട്ടു താ 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 ഓ ചൂടാക്കി തന്നില്ല കരിമീൻ കറി സാധനമാണ് അത് രണ്ടും രണ്ട് രീതിയിൽ ഒറിജിനൽ വിഷ്വൽ വന്നപ്പോഴാണ് അതിന് കൂടുതൽ അതെ അതെ തുടങ്ങിയത് ഓട്ടം ഒറിജിനൽ പാടിയേക്കെല്ലാം അക്ഷയ് കുമാറിന്റെ വിഷ്വൽ ഇട്ട് കുറെ പേര് ഇറക്കിയായിരുന്നു അതെ അതെ അതാണ് കൂടുതൽ റീച്ച്. അതിൽ മനു വർമ്മ എന്നുള്ള വരികളൊക്കെ വന്നിട്ടുണ്ട് അനുപല്ലവിയിൽ. മനു വർമ്മ വന്നു ഷവർമ്മയ്ക്കു വേണ്ടി കബാബൊന്നു തിന്നാൻ ഷിഹാബുണ്ടു കൂടെ കടച്ചക്കയും പാൽക്കപ്പയും മീൻമുട്ടയും അങ്ങനെ അത് അടിപൊളിയാ. അതേപോലെ എനിക്ക് ഇഷ്ടപ്പെട്ടാണ് താമരാക്ഷന് പനി വന്നു കൈകാൽ വിറയാ. സാധനമാണ്. പക്ഷെ അത് മറന്നുപോയ സാധനം ഉണ്ടത്. വൈക്കം വിജയലക്ഷ്മി ഇതുപോലെ തന്നെ തിരുവനന്തപുരത്ത് വെച്ചിട്ട് ഞാൻ സത്യത്തില് ചില പാട്ടുകൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയില്ല, കുറേ ചെയ്തിട്ടുണ്ട്. താമരാക്ഷന് പനി വന്നു കൈകാൽ വിറയാ തൊണ്ട കാരണ ചുമ വന്നു കൊരയാ കൊരയാ ചങ്കിന്നൊരു സൈഡിൽ കുനുകുന വേദന തോന്നി അറ്റാക്കിന് മുന്നേ ഉള്ളൊരു സൂചനയാണോ നീരാകെ പരന്നു ദേഹം വിയർക്കണേ എൻ്റെ കയ്യും കാലം തളരാണ്. ഇത് ഒപ്പിക്കൽ മാത്രമല്ല, ചില സ്ഥലങ്ങളിലൊക്കെ പാടി ഒപ്പിക്കേണ്ടി വരും. ചിലപ്പോ ഒരക്ഷരമൊക്കെ കുറവായിരിക്കും. അതെ അതെ. അപ്പം അവിടെയാണ് ശരിക്കും സുധീറിന്റെ ശരിക്കും സ്കില്ല് കാണേണ്ടി വരിക. പല്ലവി അല്ലാണ് ചിലപ്പോ അനുപല്ലവി പോകും. ആ മീറ്റർ ഒപ്പിക്കാൻ പറ്റും. പക്ഷെ അതിലുപരി ചില കവിതകളുണ്ട്, അസാധ്യ കവിതകളാണ്. തവളയുടെ കവിത എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാ വന്നതെന്ന് പറയാം. ആ കവിത ഒന്ന് ചൊല്ലൂ. കർണപടങ്ങൾക്ക് സ്വസ്ഥതയേകാത്ത കർണാടകത്തിലെ പാട്ടുകാരാ, കർണപടങ്ങൾക്ക് സ്വസ്ഥതയേകാത്ത കർണാടകത്തിലെ പാട്ടുകാരാ, മാക്കനായിലുള്ള മാക്കാച്ചിത്തവളയുടെ പേക്രോം സൗണ്ട് എത്ര ഭേദമെന്നോ, മാക്കനായിലുള്ള മാക്കാച്ചിത്തവളയുടെ പേക്രോം സൗണ്ട് എത്ര ഭേദമെന്നോ. ഈ തവളയുടെ ശബ്ദം പോലെ ശശിയുടെ മോളിനകത്തൊരു ചെറിയ സാധനം ഇട്ടിട്ടുണ്ട്. അതുകൂടെ വരുമ്പോ ഉണ്ടല്ലോ പിന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ ഓർക്കസ്ട്രേഷന്റെ ആവശ്യമില്ല, അല്ലെങ്കിൽ പൊക്കോളും. ഫില്ല് ചെയ്യണം, അത് ഫില്ല് നമ്മൾ ചെയ്തു പോകും. എനിക്കാണ് മ്യൂക്രിക്കാരനായതുകൊണ്ടായിരിക്കും അങ്ങനെ ഇടണം. ചില സ്ഥലത്ത് നമ്മൾ കോമഡി പറയുമ്പോൾ ചിലർ നമ്മുടെ മ്യൂസിക് കിട്ടും ഐറ്റം കളിക്കുമ്പോൾ, അങ്ങനെ വന്നായിരിക്കും ചിലപ്പോൾ. ശശിയുടെ മോള് ശശികലയ്ക്ക് പുനർവിവാഹമോ അത് സാധ്യമാകുമോ, ഒളിവിലായ അളിയനിന്ന് പിടിയിലാകുമോ, പരോൾ സാധ്യമാകുമോ, രണ്ടിടങ്ങളിൽ ബോംബ് സ്ഫോടനം ചെന്നിടങ്ങളിൽ പീഡനങ്ങൾ വേറെ, ശശിയുടെ മോള് ശശിയുടെ മോള് ശശികലയ്ക്ക് പുനർവിവാഹമോ അത് സാധ്യമാകുമോ. ഈ ആൾക്കാരുടെ പാരഡി ചെയ്തിട്ട് ക്രിയേറ്റേഴ്സിനെ ആരെയും കണ്ടിട്ടില്ല ഇല്ല എന്ന് വേണം പറയാനായിട്ട്. ആണല്ലേ? അവരെ കാണുമ്പോ എന്തായിരിക്കും അവരുടെ പാട്ടുകാരൊക്കെ ഉണ്ണിമേനോൻ സാറൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഉണ്ണിമേനോൻ സാറിന്റെ വൈഫിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് സാറ് പറയാറുണ്ട് എപ്പോഴും. അപ്പൊ ഞങ്ങൾ ഒന്നിച്ച് 1-2 പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് വരുമ്പോ തന്നെ സാറ് പറയും ഒരു രക്ഷയിലട്ടോ മറ്റേ പാട്ട് അങ്ങനെയാണ് പറയും, ഇങ്ങോട്ട് പാടും പറയുന്നൊക്കെ ആയിട്ട്. വേണുഗോപാൽ സാറ്, ജാസി ഗിഫ്റ്റ് സാറൊക്കെ. ഈ RDXലെ പാട്ടിനെ മാറ്റുന്നപ്പോ അതിന്റെ ഇടയ്ക്ക് അനുപല്ലവിയിലുള്ള സാധനങ്ങൾ, അനുപല്ലവിയും ചരണത്തിലുള്ള സാധനങ്ങൾ നിങ്ങൾ പാടുന്ന കേട്ടപ്പം എനിക്ക് തോന്നി നിങ്ങൾക്ക് ആ പാട്ട് ഒറിജിനലായിട്ട് വേറെ എഴുതി ചെയ്തുകൂടെ എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. അത് ഓർമ്മയുണ്ടോ RDXലെ പാട്ട്? ബാലനൊഴികെ ബാക്കി പലരും ബാറിനരികെ ബ്രാണ്ടി നുകരാൻ കാറിൽ വരണം, ഡ്രൈവർ അരികെ വീണു കിടന്നാൽ പിടിച്ചു നടത്താൻ വീട്ടിനുള്ളിൽ ഞാൻ പൂച്ചയാ, പഞ്ചപാവമാ ഞാൻ, ബാറിനുള്ളിൽ ഞാൻ കേറിയാൽ സിംഹവാലനാകും, ഓടും ചാടും മാന്തും കോന്തും എന്തും ചെയ്തിടും ക്രൂരനാ.
ക്രൂരന ഭയങ്കര രസമുള്ള സാധനമല്ലേ? അവിടെ വരുമ്പോഴാണ് അതെ അതെ അതെ, അവിടെ വരുമ്പോ ഭയങ്കര സുഖം കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മൾ ഉള്ളിലാവും. ക്രൂരനായും കൂടെ കേൾക്കുമ്പോൾ പെർഫെക്റ്റ് സാധനമാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം പഴയ മെലഡികളൊക്കെ എടുക്കാനാണ്. പക്ഷെ എന്നാലും ചില പാട്ടുകൾ അപ്ഡേറ്റ് ആയിട്ട് വരുമ്പോൾ അതിനെ കൂടെ പിടിക്കും. പക്ഷെ പാരഡിക്കപ്പുറത്തേക്ക് ഒരു അസാധ്യ ഗായകനാണെന്ന് എനിക്കറിയാം. ഓ മൃദുലെ ഞാൻ അതിനകത്ത് പാടിയിരിക്കുന്ന കേട്ടായിരുന്നു. അപ്പൊ നമ്മള് ഇന്ന് ഏതെങ്കിലും ഒരു പാട്ട്, ഓ മൃദുലായാലും കുഴപ്പമില്ല, ശരിക്കുള്ള പാട്ട് ഒരെണ്ണം പാടണം. നാട്ടിൻപുറത്തൊരു 3 പാട്ടുകാരെടുത്താൽ അത്യാവശ്യം വെള്ളിയൊക്കെ ഇട്ട് പാടുന്ന ഒരു ഗായകനായിരുന്നു ഞാൻ. 3 പേരിൽ. അതെ, അവിടെ നിന്നാണ് നമ്മുടെ യാത്ര തുടങ്ങിയതൊക്കെ. അപ്പോൾ പിന്നീട് പാട്ടിൽ നിന്ന് മാറി. പാട്ടായിരുന്നു ഏറ്റവും ഇഷ്ടം. പക്ഷെ അതിൽ നിന്ന് മാറി മിക്രിയിലോട്ട് വന്ന് പിന്നീട് എല്ലാം കൂടിയായി. എല്ലാം കൂടി അങ്ങനെ കൊള്ളിക്ക് ഏതിൽ ചെന്ന് പെടുമെന്നുള്ളതിൽ എല്ലാം കൂടി ഉണ്ടാവിനി എന്നുള്ളതായിപ്പോയി. ഏതെങ്കിലും ഒരെണ്ണം പിടിച്ചാൽ നമുക്ക് ഇതുള്ളൂ. പക്ഷേ പിഷാരുടെ പരിപാടി വന്നപ്പോൾ നമുക്ക് എല്ലാം അതിൽ ഉപയോഗപ്പെടുത്താൻ പറ്റി. അതിൽ അല്ല, അത് അഭിനയത്തിന് ഗുണവും ചെയ്തു. അതെ. ഓ മൃദുലേ ഹൃദയ മുരളിയിലൊഴുകിവാ യാമിനി തൻ മടിയിൽ മയങ്ങുമി ചന്ദ്രികയിലലിയ മനസ്സു മനസ്സുമ ചേർന്നിടാ യാമിനി തൻ മടിയിൽ മയങ്ങുമി ചന്ദ്രികയിലലിയ മനസ്സു മനസ്സുമ ചേർന്നിടാ ഓ മൃദുലേ ഹൃദയ മുരളിയിലൊഴുകിവാ അകലെയാണെങ്കിലും ധന്യേ നിൻ സ്വരം ഒരു തേങ്ങലായെന്നിൽ നിറയും അകലെയാണെങ്കിലും തന്നെ നിൻ സ്വരം ഒരു തേങ്ങലായെന്നിൽ നിറയും ഓ മൃദുലേ ഹൃദയ മുരളിയിലൊഴുകിവാ നിന്നിഴലായി അലയും പ്രിയനെ മറന്നുവോ മൃദുലേ മനസ്സു മനസ്സു മകന്നുവോ മനസ്സു മനസ്സു മകന്നുവോ മനസ്സു മനസ്സു മകന്നുവോ. ശരിക്കുള്ള പാട്ടും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. പാരഡി മാത്രമായി ഒതുക്കണ്ട, അതിലേക്കും കൂടെ കുറച്ച് കുറേ സംഗതികളും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് പിന്നെ മിക്ക സ്ഥലങ്ങളിലും നമ്മൾ ചെല്ലിടത്തൊക്കെ മെയിൻ പാട്ടുകാരൊക്കെ ഉണ്ടാവും നമ്മുടെ. പക്ഷെ അവരും പറയാറുണ്ടാ ഒരു പാട്ട് കയറി പാടണമെന്ന് പറയും. അല്ല, ഇടയ്ക്ക് അത് ട്രൈ ചെയ്യണം, റെക്കോർഡ് ചെയ്യണം. അത് സ്റ്റേജിൽ പെർഫോമൻസ് മാത്രമല്ല, സിനിമയിൽ പറഞ്ഞു. ഫേസ് കാണുമ്പോൾ ഉണ്ടല്ലോ, ചില സമയത്ത് ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു വില്ലൻ, ഒരു ഭയങ്കര ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു വില്ലനുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ കണ്ണൊക്കെ എഴുതി വെച്ചാൽ ഉണ്ടല്ലോ, അടിപൊളി ഒരു ടൈപ്പ് വില്ലൻ ചെയ്യാൻ പറ്റും. പുതിയ വില്ലൻ ചെയ്യാം, അതിനൊരു സാധ്യത വരും. ഒരു സിനിമയെ കാത്തിരിക്കുന്നു. അതെ 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 അതെ. കാരണം എന്താ വെച്ചാൽ ഈ നമ്മുടെ ഹാസ്യ നടന്മാരൊക്കെ അസാധ്യമായിട്ടുള്ള കലാകാരന്മാരാണെന്ന് തെളിയിച്ചത് ക്യാരക്ടർ റോൾ ചെയ്യുമ്പോഴാണ്. അതും മാറ്റി മാറ്റി ചെയ്യുമ്പോഴാണ് ഇവരൊക്കെ തെളിയിച്ചിട്ടുള്ളത്. അപ്പോൾ ആ സ്പേസിലേക്ക് ഇപ്പൊ ജഗദീഷ് ചേട്ടൻ തന്നെ മാറി വന്നപ്പോൾ നമ്മൾ കണ്ട ഒരു ഫേസ് ഉണ്ട്. അത് എല്ലാവരും മാറി വന്നപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സംഗതി. സിദ്ദിഖൊക്കെ അങ്ങനെ ഒരു സ്ഥാനത്തിലേക്ക് മാറി വന്നിട്ട് അപ്പം ഇപ്പോ കോട്ടയം നസീർ ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. അത് ഈ അടുത്ത് വന്ന 2 സിനിമകള് നമ്മളിപ്പോ ഓടിക്കൊണ്ടിരിക്കുന്ന വാഴയിലും അതിനു മുമ്പ് അന്വേഷിപ്പിൻ കണ്ടത്തിലും കോട്ടയം നസീറിന്റെ ഇതുവരെ കാണാത്തൊരു സാധനമാണ് കണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും അതൊരു പ്രതീക്ഷയും കൂടെയാണ്. ഒരു വില്ലൻ വേഷം കിട്ടിക്കഴിഞ്ഞാണ്ടല്ലോ പൊളിക്കും. അങ്ങനെ ഒരു വേഷം കാത്തിരിക്കുന്നുണ്ട്, ഉടനെ വരും. വരട്ടെ. അല്ല, ഉടനെ വരും. എനിക്കിഷ്ടമാണ് അങ്ങനെയൊക്കെ. നമുക്ക് നമ്മളെ ചെയ്യിച്ചെടുക്കുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി ആരെങ്കിലും നമ്മളെ കണ്ടെത്തി ചെയ്യിക്കുമ്പോഴാണ് പറയുന്നത്. ഇത്തരത്തിൽ ഇങ്ങനെ കാണാൻ പറ്റുന്ന സംവിധായകർ വിളിക്കില്ലേ, അങ്ങനെ ചെയ്യിപ്പിക്കാൻ വേണ്ടി വിളിക്കില്ല. അത് കിട്ടണം. അത് കിട്ടുമ്പോഴത്തേക്ക് അടിപൊളിയായിട്ട് വരും. അത് പ്രതീക്ഷിക്കുന്നു. ഇപ്പൊ ഏത് പടം ചെയ്തോണ്ടിരിക്കുന്നത്? ഇപ്പൊ ഏകദേശം ഒരു 3-4 പടങ്ങൾ കഴിഞ്ഞിരിക്കുന്നത് വരാനുള്ളത്. ഇപ്പൊ ഇറങ്ങിയത് പഞ്ചായത്ത് ചെട്ടി, ടീമിന്റെ.
ഇനിയിപ്പോൾ ധ്യാനിൻ്റെ ഒരു 3 പടം കഴിഞ്ഞ് 2 കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ വേറൊരെണ്ണം കാസർഗോഡ് ഒരെണ്ണം തീർന്നിപ്പോൾ ലാസ്റ്റ് ചെയ്തേക്കുന്നത് അനുശ്രീ ഒക്കെ ഉള്ളത്. അപ്പം അങ്ങനെ അത് കഴിഞ്ഞ് ഇപ്പം ഇരിക്കണം. ഇനിയിപ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ പടങ്ങൾ ഇപ്പോൾ ഈ ഇടക്ക് വന്നിട്ടുണ്ട്, സെപ്റ്റംബറൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ കേശവമാമനെ പുറം രാജ്യത്തുള്ളവർക്കും കാണിക്കണ്ടേ കാണണമെന്നുള്ളത് കൊണ്ട് ഒന്ന് കുറച്ച് ഷോകൾ ഇപ്പോൾ പുറത്തേക്ക് പിടിച്ചിട്ടുണ്ട്. അത് നല്ല പരിപാടിയാ. അപ്പോൾ ഇപ്പം ഞാൻ ഈ ഓണത്തിന് 6-ാം തീയതി UK പോവുകയാണ്. ഒക്ടോബർ വരെ ഉണ്ട് അവിടെ. 1 മാസത്തെ ഓണപരിപാടിയൊക്കെ അവിടെയാണ്. അപ്പോൾ ഫിലിം പ്രൊമോഷൻ അല്ലാതെ നമ്മൾ ഇനി കാണുമ്പോൾ ശരിക്കും സുധീർ ഒരു അസാധ്യ വില്ലനെ ചെയ്തിട്ടായിരിക്കണം വരേണ്ടതെന്നാണ് എൻ്റെ മനസ്സിലെ ആഗ്രഹം. അങ്ങനെ കാണാൻ ആഗ്രഹമുണ്ട്. അത് നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വർക്കുകളൊക്കെ നന്നായിട്ട് പോട്ടെ. അങ്ങനെ തന്നെ പോട്ടെ. അപ്പം അല്ല, എനിക്കും വരാൻ പറ്റിയതിൽ ഒരു ഭയങ്കര സന്തോഷമുണ്ട്. ഞാനും ആഗ്രഹിച്ചിട്ടുണ്ട് ഇങ്ങനെ കാണുമ്പോഴൊക്കെ നമുക്കൊന്ന് വരണം എന്നുള്ള ഇതിലൊക്കെ ആഗ്രഹമുള്ളതാണ്. എന്തായാലും എനിക്ക് കൃത്യമായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ അടുത്ത പ്രാവശ്യം കാണുമ്പോൾ ഞാൻ പിഴിഞ്ഞെടുക്കും കേട്ടോ. ഇപ്രാവശ്യം അത്ര പറ്റിയിട്ടില്ല എന്നാണ് വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും എന്തായാലും ഉള്ളതുകൊണ്ട് ഓണം പോലെ. അതെ. താങ്ക് യു. സന്തോഷം.